നമ്മള് മനസ്സാ വാച കർമ്മണ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമില്ലേ, അങ്ങനെ അറിയാതെ കിട്ടണ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഞെട്ടിപ്പോറുണ്ട്. എന്ത് ഈ കൂട്ടുകാരൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സംഭവം ഞാനോട് തന്നാൽ കുറച്ച് ദിവസമായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ, താന്നിരിക്കുവാണല്ലോ എന്ന് ഓർത്തുമ്പോൾ താണ്ട പിന്നെ ഏർപ്പെട്ടു. ഈ അവാർഡ് പ്രശ്നം ഞാൻ ഇന്നലെയാണ് അറിയുന്നത്, ഞാൻ കണ്ടില്ല. രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ച് കൂട്ടുകാർ വിളിച്ച് പറയായിരുന്നു, വീട്ടുകാരും വിളിച്ച് പറഞ്ഞു. പറയാം ഞാനത് പറയാം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ വീട്ടിൽ ഷെൽഫ് കാര്യങ്ങൾ നമുക്ക് അത് ഡ്രില്ലിങ് മെഷീൻ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആണി അടിച്ച് വെക്കാൻ പറ്റില്ല, ജിപ്സം പ്ലാസ്റ്ററോ അങ്ങനെ എങ്ങാണ്ട് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആണി അടിക്കും. നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവാർഡും കാര്യങ്ങളും ഫോൺ എല്ലാം എടുത്താൽ പാത്ത് വെച്ച് കളിക്കാനാണ്. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നറിയോ, എനിക്ക് കിട്ടുന്ന ബാഗിനകത്തൊന്നും എടുത്ത് അങ്ങോട്ട് വെക്കും. കയറി വരുമ്പോൾ ആ തിണ്ണയിലോട്ട് വന്നിട്ട് ബാഗിൽ നിന്ന് എടുത്ത് അവിടെ വെക്കും. ആ കരിമിഴിക്കണ്ണാലേൻ്റെ അതിൻ്റെയൊക്കെ അവാർഡുകളാണ് അവിടെ ഞാൻ വെച്ചേക്കുന്നത്. സുധിച്ചേട്ടൻ്റെ അവാർഡ് അവിടെ നിന്ന് മാറ്റിയെടുത്ത് ചാക്കിലിട്ടതല്ല. എൻ്റെ അവാർഡ് ഞാൻ അവിടെ വെച്ചത് ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നു. സുധിച്ചേട്ടൻ്റെ അവാർഡുകൾ കുറേ ഉണ്ട്, പകുതിയും കൊല്ലത്താണ്. അപ്പം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പപ്പയോട് പറഞ്ഞു, പപ്പ ഇപ്പം നമുക്ക് എടുത്ത് ഇവിടെ കുഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, പൈസയൊക്കെ ആയി കഴിഞ്ഞ് ഷെൽഫ് വെക്കാം. ഷെൽഫ് വെച്ചിട്ട് നമുക്കതെല്ലാം എടുത്ത് നിരത്തി വെക്കാം. അപ്പോൾ എൻ്റെ റൂമിൽ സ്ഥലമൊന്നുമില്ല, ഒരു കുഞ്ഞ്. അപ്പോൾ ആരാണ്ടൊക്കെ ചോദിക്കുന്ന കേട്ടോ അലമാരി ഒന്നുമില്ല. അലമാരി ഇല്ല, ഒരു ചെറിയൊരു അലമാരി അല്ലാതെ വേറെ ഞങ്ങളുടെ വീട്ടിൽ അലമാരി ഇല്ല. അപ്പം അതിനകത്ത് വെക്കാൻ ഇടയില്ല. മോളിൽ വെച്ചാൽ എല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വല്ലതും വീഴും, നമ്മുടെ തലയിൽ വീഴും. അതുകൊണ്ട് ഞാനതൊരു ചാക്കിനകത്ത് കെട്ടി അടിയിൽ വെച്ചതേ ഉള്ളൂ. കിച്ചു വ്ളോഗ് എടുക്കാൻ വന്ന് നമ്മൾ അറിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി, ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പം മൂത്ത മോൻ വന്ന് വ്ളോഗ് എടുത്തു, അപ്പം കുഞ്ഞൻ അതിൻ്റെ അടിയിൽ നിന്ന് അവാർഡ് എടുത്തു. ഇതാണ് നടന്നത്. ഇതിൻ്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നം നടക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞില്ല. റൂമില്ല, കിച്ചനും റൂമില്ല, പിള്ളേർ സെറ്റ്. അവർ കുഞ്ഞു പിള്ളേർ, ചേച്ചിയുടെ മക്കളും അവിടെ വന്ന് കളിക്കുന്നതാണ്. അപ്പം മഴക്കാലമൊക്കെ അല്ലേ, നമ്മൾ എത്ര അടുക്കി പെറുക്കി വെച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളുള്ള വീട്. അതൊക്കെ അക്സെപ്റ്റ് നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇത്ര വ്ളോഗാക്കി ഇത്ര പ്രശ്നമാക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല. അപ്പം എൻ്റെ ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു കോള് വന്ന് എനിക്ക്, ചേച്ചി ഞങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളെ, ഞങ്ങൾ നിങ്ങൾക്കൊരു ഷോക്കേസ് എന്നല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ട്, വെച്ച് തരാൻ ഒരുപാട് സന്തോഷം. ആ വിളിച്ചവരെ ഏതെങ്കിലും ഇപ്പോൾ വെച്ച് കഴിയുമ്പോൾ ഞാനത് പുറത്ത് പറയാം. ഇപ്പം ഞാൻ തിരക്കാന്ന് പറഞ്ഞ് അവാർഡൊക്കെ വെക്കാനൊരു സാധനം സെറ്റ് ചെയ്യാമെന്ന് അവരിപ്പം വിളിച്ച് പറഞ്ഞു ഒരു കൂട്ടർ. അത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് അങ്ങനെ നോക്കുന്നത് ചെയ്യണമെന്ന്, പക്ഷെ തിരക്കായിരുന്നു, അത് ചെയ്യാനുള്ളൊരിത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് അങ്ങനൊരു സാധനം അവിടെ വെച്ച് അത് സൂചിച്ചേണ്ട അവാർഡുകൾ മാത്രം വെക്കാനുള്ള ഏരിയ ആയിട്ട് ഞാനത് വെക്കും. അങ്ങനെ ഒരാൾ തന്ന. പിന്നെ വേറൊരു കാര്യം, ഈ പുതിയ വീട്ടിലെ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വെള്ളം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചോരുന്നുണ്ട്, അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒന്നല്ലേ? എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു വീടാണ് അവർ തന്ന, നമുക്ക് എല്ലാവരും പറയുന്നില്ല എന്താ പറയുക, ദാനം തന്ന വീടല്ലേ നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമൻസ് വരുന്നുണ്ട്. ശരിയാണ്, ദാനം തന്ന അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമിലൊക്കെ ലീക്ക് ഉണ്ടോ? ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. പിന്നെ ഹോളിലും ഉണ്ടല്ലേ? ഹോളിൽ നന്നായിട്ടുണ്ട്, ലിവിങ്ങിൽ ഉണ്ട്, ചോർച്ച ഉണ്ട്. ആ ബിൽഡേഴ്സുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോ? അങ്ങനെ ഞാൻ അവരുമായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല, എൻ്റെ നമ്പരൊന്നുമില്ല അവിടെ. പിന്നെ എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ വേറെ ആൾ മുഖാന്തരം പപ്പയാന്ന് തോന്നുന്നു കോൺടാക്ട് ചെയ്യുന്നത്. അവർ ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ, അങ്ങനെ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറഞ്ഞല്ല. ചോരുന്നുണ്ട്, അല്ലാതെ ആ വീട് വലിയൊരു വീട് തന്നെയാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വീട് കയറി കിടക്കാമല്ലോ നമുക്ക്, വാടക ഒന്നും കൊടുക്കാതെ അവർ തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിനാണോ അറിയില്ല ഇവിടെ എല്ലാവരും കിടന്നിപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയും എല്ലാം വാടകയ്ക്ക് പോയാൽ, പക്ഷേ അതിനുള്ള കാശും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ്, കാരണം ഈ കേട്ട് മടുത്ത് കുഞ്ഞുങ്ങളുടെ വീട്, കുഞ്ഞിനെ ഇപ്പോൾ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അല്ല, ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ട് ആലോചിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനിച്ചിട്ടില്ല, കാരണം ഇങ്ങനെ കേട്ട് മടുത്ത്. ഏതെല്ലാം കിച്ചു അവിടെ പഠിക്കുമോ കൊല്ലത്ത്, ഋതപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല, കുഞ്ഞാണ്. അവന് 5 വയസ്സേ ഉള്ളൂ, 6 വയസ്സായില്ല, 5 വയസ്സിലാണ് നിൽക്കുന്നത്. ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ പേര് കേൾക്കാവുന്നതിൻ്റെ മാക്സിമം കേട്ടു. ബക്കറ്റ് ദാനമല്ലേടി, ചവിട്ടി ദാനമല്ലേടി എന്നൊക്കെ പറഞ്ഞ് കുറേ കേൾക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ച് കുറച്ച് പൈസയൊക്കെ ആയിക്കഴിഞ്ഞ് എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയേ ഉള്ളൂ. എനിക്കറിയില്ല എന്താ, മക്കളുടെ വീടാണ്, നമുക്ക് താമസിക്കാം. പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്ന് സത്യം അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ, അതിൻ്റെ ഒരു ചെറിയ വിഷമം.
അതായത് നമ്മൾ വളരും തോറും നമ്മളെ എങ്ങനെ തളർത്തുക എന്ന് പറയുന്ന കുറേ ആൾക്കാരുടെ അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ ആളായെന്നോ ഒന്നും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. എന്താ പറയുക, എനിക്കൊരാൾ സ്നേഹത്തോടൊരു മുട്ടായി തന്നാൽ പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരെ പറ്റി ഓർക്കാറുണ്ട്. അവർക്ക് എന്നും നന്ദിയുള്ളവളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഈ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടേ ഇതുപോലെ ഒന്ന് ആകാൻ വേണ്ടിയിട്ട് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ രേണുവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും അല്ലേ? അറിയില്ല, ഉണ്ടാവട്ടെ എന്നല്ല, അല്ല അങ്ങനെ ഉണ്ടാവരുതെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാനിപ്പോഴും എന്താ പറയുക, സുധിച്ചേട്ടൻ്റെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ പേര് മുൻനിർത്തി ഞാൻ ബാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പം അതിനകത്ത് വരും അവൾ സുധിച്ചേട്ടൻ്റെ പേരെടുത്ത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സുധിച്ചേട്ടനെ എന്നും മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പുറകെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും. അപ്പോൾ അല്ലാതെ ഞാൻ വലിയ ആളായിട്ടോ ഒന്നുമില്ല ഈ ആൾക്കാർ കരുതുന്ന പോലെ. ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കത്തുമില്ല, ആ വന്ന വഴി തന്നെ പോകുന്ന ഒരാൾ തന്നെയാണ്.